ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ ഭിന്നശേഷി സംവരണം ഉറപ്പാക്കാൻ ഒറ്റയാൾ പോരാട്ടം. ഭിന്നശേഷിക്കാരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ പ്രതിനിധി വേണമെന്ന ആവശ്യവുമായി രംഗത്തെത്തിയിരിക്കുകയാണ് ആലുവ സ്വദേശി മുഹമ്മദ് യാസീൻ. തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ ഭിന്നശേഷിക്കാർക്ക് അവകാശം നൽകണമെന്നാവശ്യപ്പെട്ട് മുഖ്യമന്ത്രിക്ക് അപേക്ഷ നൽകാൻ ഒരുങ്ങുകയാണ് യാസീൻ. താൻ ഉൾപ്പെടുന്ന ഭിന്നശേഷി സമൂഹത്തിന് വരുന്ന തെരഞ്ഞെടുപ്പുകളിൽ സംവരണം ഉറപ്പാക്കാനുള്ള പോരാട്ടത്തിലാണ് മുഹമ്മദ് യാസീൻ. കേരളത്തിലുള്ള ലക്ഷക്കണക്കിന് ഭിന്നശേഷിക്കാരുടെ പ്രശ്നങ്ങൾ ഉന്നയിക്കുവാനോ അത് പരിഹരിക്കുവാനോ സർക്കാർ വേണ്ട മുൻകൈ എടുക്കുന്നില്ലെന്നാണ് പരാതി. 8 ലക്ഷത്തോളം ഭിന്നശേഷിക്കാർ പഴയ സെൻസസ് പ്രകാരം കേരളത്തിലുണ്ട്. ഇപ്പോൾ 10 ലക്ഷത്തോളം അടുത്തോളം ആയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ത്രിതല പഞ്ചായത്തിൽ അവർക്കൊരു സംവരണം ഒരു ന്യായമായ കാര്യം തന്നെയാണ്. അവരുടെ പദ്ധതികൾ സ്പെഷ്യൽ ഗ്രാമസഭകൾ, കലോത്സവം അതൊക്കെ ഉറ്റമറ്റ രീതിയിൽ നടപ്പിലാക്കാൻ ഈ സംവരണം ഉണ്ടെങ്കിൽ മാത്രമേ നടക്കുള്ളൂ. പിന്നെ അവിടെ സ്കോളർഷിപ്പുകളൊക്കെ അർഹമായ കൈകളിലോട്ട് എത്തിക്കാൻ ഇതിലൂടെ നമുക്ക് സാധിക്കും. അതിനാൽ വരുന്ന തിരഞ്ഞെടുപ്പുകളിൽ ഭിന്നശേഷിക്കാർക്ക് മത്സരിക്കാൻ അവകാശം നൽകണമെന്നാവശ്യപ്പെട്ട മുഖ്യമന്ത്രിക്ക് പരാതി നൽകാൻ ഒരുങ്ങുകയാണ് യാസീൻ. ലീഡർഷിപ്പ് ക്വാളിറ്റി ആണെങ്കിലും മുന്നോട്ട് കൊണ്ടുവരാനും അവരൊരു മുഖ്യധാര ഭരണത്തിലോട്ട് കൊണ്ടുവരാനും അവരെന്തെങ്കിലും ആയെന്നുള്ള ചിന്ത നമുക്കത് ഇത് കൊണ്ടുവരാനും അതിലൂടെ സാധിക്കും. ഇക്കാര്യം ഉന്നയിച്ച് യാസീൻ തിരഞ്ഞെടുപ്പ് കമ്മീഷനെയും ഗവർണറെയും സമീപിച്ചിരുന്നു. തിരഞ്ഞെടുപ്പുകളിൽ സംവരണം ഏർപ്പെടുത്തുവാൻ നിയമങ്ങളിൽ ഭേദഗതി വേണമെന്നും ഇപ്പോൾ ഭേദഗതി വരുത്തുന്നത് സർക്കാർ പരിഗണനയിൽ ഇല്ല എന്നുമുള്ള മറുപടിയാണ് തദ്ദേശ ഭരണ വകുപ്പ് നൽകിയത്. ആദ്യം തന്നെ ഇലക്ഷൻ കമ്മീഷന് അപേക്ഷ കൊടുത്തു. അതിന്റെ കോപ്പി മുഖ്യമന്ത്രി, നിയമവകുപ്പ് മന്ത്രി, ത്രിതല പഞ്ചായത്ത് വകുപ്പ് മന്ത്രി, അതുപോലെ തന്നെ ഭിന്നശേഷി വകുപ്പ് മന്ത്രി തുടങ്ങിയവർക്ക് അതിന്റെ കോപ്പി അയച്ചു. അത് കഴിഞ്ഞിട്ട് സർക്കാരിൽ നിന്നും ഇലക്ഷൻ കമ്മീഷനിൽ നിന്നും മറുപടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സർക്കാരാണ് തീരുമാനിക്കണമെന്നാണ്. സർക്കാർ പറയുന്നത് സർക്കാരിന്റെ പരിഗണനയിൽ ഇപ്പോൾ ഇല്ല, നിയമസഭയാണ് എടുക്കേണ്ടതാണ്. കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധിയെയും പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശനെയും കണ്ട യാസീൻ ഇക്കാര്യം ഉന്നയിച്ചിരുന്നു. സർക്കാർ അനുകൂല നിലപാട് സ്വീകരിച്ചാൽ വരുന്ന തിരഞ്ഞെടുപ്പിൽ ഭിന്നശേഷിക്കാർക്ക് സംവരണം നടപ്പാക്കുമെന്നാണ് യാസറിന്റെ പ്രതീക്ഷ. ന്യൂസ് 18 കൊച്ചി.